डाइनो आइलैंड में आपका स्वागत है। क्या शिनचैन का वेकेशन बनेगा एक नया डिस्ट्रक्शन? शिनचैन और डायनासोर डायरी 9 मई से आपके नजदीकी सिनेमाघरों में उपलब्ध। എടാ ഇവൻ ആരെങ്കിലും ഒന്ന് ഔട്ട് ചെയ്യേ. ക്രിക്കറ്റ് കളിയായിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഔട്ടാക്കായിരുന്നു. അതെനിക്ക് വളരെ എളുപ്പമാ. ഇവിടെ ഹണി, നിന്നെ കൊണ്ട് എന്നെ ഔട്ട് ചെയ്യാൻ കഴിയില്ല. എടാ കോലയാളുടെ വായിക്കകത്ത് പോയടാ. നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്റെ അടുത്ത് വേറെ കോലുണ്ട്, ഞാനത് എടുത്തോണ്ട് വരാം. അത് വെച്ച് നമുക്ക് കളിക്കാന്നേ. കഴുതേ, അവൻ പറഞ്ഞത് അതിനു വേണ്ടിയല്ല. ഖന്ന സാറിന്റെ ജീവൻ തന്നെ ആപത്തിലായിരിക്കുകയാണ്, അതാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അതിനെ പുറത്തെടുത്തേ മതിയാകൂ. സോർദാർ ഔട്ട്. ഞാൻ സോർദാറിനെ ഔട്ടാക്കി. കഴുതേ, നീ എന്തിനാ ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്തത്? ഇദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു വരുന്നില്ല. ബണ്ണി, ഒരിക്കൽ കൂടി ഔട്ടാക്ക്. അപ്പൊ അത് പുറത്തു വരികയും ചെയ്യും, ഒപ്പം അദ്ദേഹത്തിന്റെ ശബ്ദവും പുറത്തു വരും. കഴുതേ, ശബ്ദം പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ കവിത പറയില്ലല്ലോ. എന്താ അദ്ദേഹം പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ലിപ് മൂവ്മെന്റ് വെച്ചാണ്. എനിക്ക് ലിപ് മൂവ്മെന്റ് റീഡ് ചെയ്യാൻ അറിയാം. പറയുകയാണ്, പെട്ടെന്ന് കെട്ടിയെടുക്ക്. കെട്ടിയെടുക്കാനോ? അത് ശരി, പെട്ടെന്ന് കൊണ്ടുപോ എന്നാ അദ്ദേഹം പറയുന്നത്. സർ, അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? മെല്ലെ 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 പറഞ്ഞാ മതി. ചിപ്സ് തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങും, കോല് തൊണ്ടയിൽ കുടുങ്ങിയാൽ ശബ്ദം തന്നെ പോവും. അടികൈ. എന്താ ഖന്ന സാറേ, ഇത് കവിത പറയാനുള്ള സമയമാണോ? ഡോക്ടർ എന്താ പറഞ്ഞത്? മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തൊണ്ടയ്ക്കകത്ത് പരിക്ക് പറ്റിയിരിക്കുന്ന സ്വെല്ലിംഗ് ഉണ്ട്. സ്വെല്ലിംഗ് കുറഞ്ഞു കഴിഞ്ഞാ തീർച്ചയായിട്ടും ശബ്ദം തിരിച്ചു കിട്ടും. ശരി, എല്ലാവരും വന്നേ. ഖന്ന സാറിനെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നദിയിലെ വെള്ളത്തിലുണ്ട് ഒഴുക്ക്, ഹണി എന്റെ കൂടെ മരിക്കാൻ അനുവദിക്കേ. അടികൈ. ഞാനെന്തിനാ മരിക്കുന്നത്? എനിക്ക് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരി, എന്റെ കൂടെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഖന്ന സാർ അങ്ങൊന്ന് പറയും, ഇവൻ മറ്റൊന്നായിരിക്കും മനസ്സിലാക്കുക. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, മറക്കണ്ട. തീർച്ചയായിട്ടും ആവശ്യങ്ങൾ വരും. കാരണം ഹണി ഇവിടെ ഉണ്ടല്ലോ. സംശയമുണ്ടോ? വീട്ടിന് പുറത്തു നിൽക്കുന്ന ഒരു വൃത്തികെട്ട കുരങ്ങൻ അകത്ത് വന്നാൽ അവൾ ഒരു ചിമ്പാൻസി കുരങ്ങൻ. അടികൈ. ഖന്ന സാറേ, ഇത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരു സ്ത്രീയെ നിങ്ങൾ കൊരങ്ങനെന്ന് പറയാണോ? അല്ലാതെ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് കുരങ്ങന്മാരും ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെ കൊരങ്ങന്മാര് കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയും. ദാ ഇതുപോലെ. സുന്ദരി എന്നാ പറഞ്ഞത് മേഡം, കൊരങ്ങനെന്നല്ല. സുന്ദരി എന്നാ അദ്ദേഹം പറഞ്ഞത്. ഓഹോ, ഹണി. പെട്രോൾ ഒഴിച്ചാൽ കാർ ഓടും, സമയത്തിന് ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം പോകും.
ഓ നിങ്ങൾ എന്നും എന്റെ ബോസാണ്, പക്ഷേ എന്റെ മനസ്സിൽ നിങ്ങൾ എന്നും വേസ്റ്റ് ആണ്. അടികൈ. എന്ത്? ഞാൻ വേസ്റ്റ് എന്നോ? വൃത്തികെട്ടവനാ. വൃത്തികെട്ടവനോ? നിന്റെ ബോസിനെ വൃത്തികെട്ടവനെന്ന് പറയുന്നോ? സ്നേഹത്തോടെ ആരും ഒന്നും തരുന്നില്ല, എല്ലാവരും വലിച്ചെറിയ. എന്തായാലും കഴിച്ചേക്കാം. തെറ്റി പറഞ്ഞു പോയതാണ്. വിഡ്ഢിയെന്നല്ല, മരമണ്ടൻ എന്നാണ് പറഞ്ഞത്. യു ആർ സോ ലക്കി സർ. അങ്ങയുടെ പിസ അങ്ങയുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഖന്നെ, നിന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നത് വരെ നീ ഒരിക്കലും ഓഫീസിലേക്ക് വരണ്ട. ഇവനെ കൊണ്ടുപോയിക്കോ. എന്നെ തരി പറയുന്നു. സാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാറേ. ഞാൻ പറഞ്ഞു, കാഴ്ചയിലാണ് നീ എന്റെ ബോസ്, എന്റെ അടുത്ത് കളിച്ചാൽ പോകും നിന്റെ ഫ്യൂസ്. അത് ശരി, ഇതാണല്ലേ പറഞ്ഞത്. സോറി, ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. ഹൈ. മധുരങ്ങളെല്ലാം പഴയതാണ്, വിൽക്കുന്ന നീ ഒരു കഴുതയാണ്. അടികൈ. എന്റെ കടയിൽ വന്ന് എന്നെ കഴുതെന്ന് പറയുന്നോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കഴുത എന്നല്ല, അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞതാ. അരിപ്പൊടിയോ? ആ ഉണ്ടല്ലോ, തരാം. വേദനിപ്പിച്ചാൽ വിവരമറിയും, ഈ കഴുതയെ ഞാൻ കല്ലെറിയും. രക്ഷപ്പെട്ടോ? എന്ത് പറ്റി കന്നാ സാർ? ഇവൻ കാരണം എന്നെ ബോസ് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടുത്തെ കടക്കാരൻ എന്നെ വല്ലാതെ അപമാനിച്ചു. കന്ന സാറേ, അടികൈ എന്ന് പറയാൻ മറന്നുപോയി. എടാ, ഇങ്ങനെ ശബ്ദം പോയിരിക്കുമല്ലേ? ഇനി ആരും കൈയടിക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? ഈ ഹണി 1-ാം നമ്പർ മൈദയാണ്. മൈദയോ? കഴുതയാണെന്ന് പറഞ്ഞതായിരിക്കും. സംശയമുണ്ടോ? ഈ ഹണിയുടെ സേവനം ഇനി എനിക്ക് ആവശ്യമേ ഇല്ല. എന്തായാലും പാപം തന്നെ ഖന്നാ സാർ. നമ്മൾ കാരണമാണ് കന്നാ സാറിന്റെ ശബ്ദം പോയത്. അത് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ? ഹണിയെ വെച്ച് തന്നെ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. എനിക്കാര്യം പിടികിട്ടി. സംശയമുണ്ടോ? ഖന്ന സാറേ, അങ്ങ് എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തരാം അങ്ങേക്ക് മരുന്ന്. അദ്ദേഹത്തെ വിട്. പാറ്റയെ കണ്ടാൽ ആരും പേടിക്കും, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കന്ന സാറേ, അങ്ങയെ എന്തായാലും ഞങ്ങൾ തനിച്ചാക്കില്ല. അങ്ങയുടെ ശബ്ദം തിരിച്ചു വരുന്നത് വരെ ഹണി അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാവും. അതെ, സാറ് പറയുന്നതെല്ലാം ഇവനെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകണം. കുറച്ചുകൂടെ പ്രാക്ടീസ് കിട്ടിയാൽ എല്ലാം ശരിയാകും. നാളെ നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ അങ്ങ് കമാൻഡറി പറയണം. ഹണി ഉണ്ടെങ്കിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. സംശയമുണ്ടോ? റിങ്ങിൽ നിൽക്കുന്നു ഫയൽവാൻ, പക്ഷേ രണ്ടുപേരും മണ്ടന്മാർ. അടികൈ. സാർ, അങ്ങയുടെ ശബ്ദം ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്.
സ്കൂളിൽ പോകും രാവിലെ കുട്ടി, എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു കിട്ടി. അടികൈ. ബണ്ണി, നിന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ടായി. എന്തായിരുന്നു പ്ലാൻ? അതെന്താണെന്ന് ഞാൻ പറയാം. കന്നാ സാറിനോടൊപ്പം ഹണി ഉണ്ടാവും പറയുമ്പോ അത് കേട്ട് കന്നാ സാർ പേടിച്ച് നിലവിളിക്കും. അപ്പോൾ ശബ്ദം തിരിച്ചു വരും. എന്താ സംശയമുണ്ടോ? ബനി, യു ആർ സോ ഇന്റലിജന്റ്. എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഒരു കവിത ഇപ്പൊ പറയാം. വെള്ളത്തിൽ വീണവരെ വന്ന് രക്ഷിച്ചു നേവി. കവിത ചൊല്ലുമ്പോൾ എല്ലാവരും എവിടെ പോയി? അടികൈ. ഓഹോ, അപ്പൊ നീ പോയില്ലേ?